രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇളക്കം പറ്റിയിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്റെ ലൈഫ് ഡേഞ്ചർ ആക്കാന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ച് ദിവസം കേരളീയ നവോത്ഥാനത്തിന്റെ ഷഹനാസ് ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാ പിന്നെ ഏറി കയറാൻ വേണ്ടി? എൻ്റെ പൊന്നോ, റിനി നന്നായി എന്ന് തോന്നുന്നു കേട്ടോ. റിനിയുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണണം. എന്താ അച്ചടക്കം, എന്താ ഒതുക്കം ഇല്ലേ? സ്ത്രീകൾ റൂം എടുക്കുന്നത് ഹഗ്ഗിങ്ങിനും കിസ്സിങ്ങിനും വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒരു പരിപാടിക്കുമല്ല കേട്ടോ. സ്ത്രീകൾ അങ്ങനെ പ്രതീക്ഷിച്ച് മാത്രമേ റൂം എടുക്കാറുണ്ട്. റിനി എടുത്തിട്ടുണ്ടോ? ഞാനൊരു സംഭവം കാണിച്ചു തരാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് തന്നെ കൊടുക്കണം. രാഹുൽ പാലക്കാട് മത്സരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ലൈക്കും കൂടെ ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. ഷഹനാസും റിനിയുടെയും കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇന്നലെ ഷഹനാസിന്റെ അറസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു 3-4 ദിവസത്തിന് ശേഷം പുള്ളിക്കാരി ഇന്നലെ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെ കുറിച്ച് വർണ്ണിച്ച് ചേച്ചിയുടെ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സ്ത്രീകൾ തന്നെ കാണിച്ചു കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിനോട് ചെയ്ത ചതിയും കാര്യങ്ങളും ഒക്കെ. ഈ ഷഹനാസ് തന്നെ വന്നിട്ട് ആദ്യം ഈ പറയുന്ന രാഹുലിന്റെ ഒരു കേസ് വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, എനിക്കറിയാവുന്ന ആർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നീ ഷഹനാസ് തന്നെ പറഞ്ഞിട്ട് രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഷഹനാസ് അങ്ങ് തിരിഞ്ഞു. അന്ന് വരെ ഈ ഷഹനാസിന് 5000 അങ്ങോട്ട് ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്കിൽ അങ്ങോട്ട് 19,000 ഫോളോവേഴ്സ് കയറി. ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് കയറി. അതിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. വന്നിട്ട് ഇങ്ങനെ അവന്റെ ചരിത്രം വിളമ്പും, അത് വിളമ്പും, ഇത് വിളമ്പും, മറ്റേത് വിളമ്പും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. രാഹുൽ മാങ്കൂട്ടം വന്നു കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. ആ ഇന്റർവ്യൂ കൊടുത്തപ്പം ഷഹനാസിന്റെ കാര്യം വിഷമത്തോടെ അദ്ദേഹം പറഞ്ഞത്, ദേ കിടക്കുന്നത് ചേച്ചിക്ക് അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി വീണ്ടും പത്രസമ്മേളനം വിളിച്ചിട്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ എയറിലാണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് ഏട്ടൻ, എഴുത്തുകാരൻ, പുള്ളിയുടെ വക അടിപൊളി ഒരു പണിയും. അത് 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പണിയാണ്. ഇപ്പോൾ ദേ കിടക്കുന്ന അറസ്റ്റിൽ വന്ന് നിൽക്കുന്നത്. അഹങ്കാരം അതിന്റെ ഫലം ഇപ്പോൾ ദേ അനുഭവിക്കാൻ പോകുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ചേച്ചിയുടെ എൻട്രി, നമ്മുടെ റിനി ജോർജിന്റെ. അന്തസ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ റൂമിന്റെ കാര്യം. റിനി അങ്ങോട്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂം, അതായത് ഈ കിസ് ഹഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാ, അതെന്തോ സംഭവം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ഞാനപ്പോൾ ഇല്ല, ഡാനിയുടെ ഈ അടുത്ത സമയത്ത് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ അവരോട് പേഴ്സണലി സംസാരിച്ചപ്പോഴും പറഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഡാനിയുടെ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ സംഭവം എന്താണ്, അതിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ എന്താ, ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞു. അത് നമുക്ക് വെക്കാം. അല്ല, അത് വെച്ചിട്ട് ഇനി ഷഹനാസിന്റെ പ്രസംഗത്തിലോട്ട് പോയാൽ മതിയോ? ഓക്കെ, എന്തായാലും നമുക്ക് ആ റിനിയുടെ അന്നത്തെ ആ സംസാരം ഒന്ന് കേട്ടിട്ടോ. എന്നിട്ട് നമുക്ക് ഷഹനാസ് ഇന്നലെ ഇട്ട സ്ത്രീകളെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് നമുക്കൊന്ന് വെച്ച് തരാം. രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗ്ഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. അപ്പോൾ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് ഈ രീതിയിലേക്ക് ഇതേതാ എന്ത് ചെയ്യും? അപ്പോൾ ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഈ മുറിയിൽ ഇരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ ചുറ്റും പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, അവരങ്ങനെ ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം ഈ വിശ്വാസത്തിൽ നമ്മൾ ഒരാളുടെ മുറിയിൽ പോകുമ്പോൾ അയാൾ ആ വിശ്വാസത്തിനെ തകർത്ത് ഒരു ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ്ഡ് സെക്സ് ഉണ്ട്, മാനിപ്പുലേറ്റഡ് കൺസെന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ കൺസെന്റ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ചില പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ഈ പ്രണയത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷനിൽ വരും, കല്യാണം കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഒക്കെ പോകുന്നതാണ് അവിടെ പ്രശ്നം പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരാളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് അതിനെ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ റിനി എന്തിനാണ്, നേരത്തെ സംഭവമാണ്, റിനി എന്തിനെനിക്ക് ഒരു കാര്യം ഇന്റർവ്യൂ പറഞ്ഞത് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഹഗ്ഗിങ്ങോ കിസ്സിങ്ങോ വല്ല ചേച്ചി ആരെങ്കിലും കൂടെ പങ്കെടുക്കാൻ വേണ്ടി വല്ലതും പോയിട്ടുണ്ടോ? നാളെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഞാൻ പറയാൻ അറിയില്ല, പഴയതും പുതിയതും ഒക്കെ കുത്തിപ്പൊക്കി വരുന്നതാണ്. പല ഹോട്ടൽ മുറി എടുത്തിട്ടുണ്ട്, അതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയാണോ ചേച്ചി ഇമാതിരി സംസാരിക്കുന്നതെന്നും ഒരു ഡൗട്ടില്ലാട്ടില്ല. എൻ്റെ പൊന്നെ, കേരളത്തിലെ അമ്മമാരെ പെങ്ങന്മാരെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങളിങ്ങനെ വിടുവോ? ഞാൻ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങളിങ്ങനെ വിടുവോ? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തേക്കുക.
നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ രാഹുലിനും കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും കൂടെ ചെയ്യുക. ഈ കൂട്ടത്തിൽ ഒന്ന് പറയാമെന്ന് കരുതി. ഓക്കെ, നിങ്ങളുടെയൊക്കെ മക്കളെ നിങ്ങൾ ഇതുപോലെ കയറ്റി വിടുമോ? നിങ്ങൾ കയറ്റി വിടുമോ ഇതുപോലെ? ഇവിടെ പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്താ കൊടുക്കുന്നത്? എന്തുവായിരുന്നു പ്രസംഗമൊക്കെ. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് പാവം തോന്നിപ്പോയി പാവത്തിനോട്. ഇവക്ക് മറുപടിയായിട്ട് ഒരു ചേച്ചി അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് വെച്ചുതരാം. എന്താ ചെയ്യാൻ റിനി ചേച്ചിട്ട് ഓരോരോ കാര്യം കിസിങ് ഹഗിങ് ഒക്കെ വേണ്ടി. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. അപ്പോൾ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ അപ്പൊ ചാച്ചി പറഞ്ഞു കേട്ടില്ലേ, പെൺകുട്ടി ഒരാളുടെ റൂമിലേക്ക് വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങള്, അതായത് വലിയ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല. ഒരാളുടെ റൂമിലേക്ക്, ഒരു പുരുഷന്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ചെറിയ ഒരു കിസ്സിങ് അല്ലെങ്കിൽ ചെറിയ ഒരു തോണ്ടല്, തലോടല്, ഇതൊക്കെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഒരു പെൺകുട്ടി ഒരു പുരുഷന്റെ റൂമിലേക്ക് ചെല്ലുന്നത് എന്നാണ് ചാച്ചി പറയുന്നത്. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. അപ്പോൾ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് ഈ രീതിയിലേക്ക് ഇതേത് എന്ത് ചെയ്യും? അപ്പോൾ ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഈ മുറിയിൽ ഇരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ ചുറ്റും പുരുഷന്മാരുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, അവരങ്ങനെ ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തിൽ നമ്മൾ ഒരാളുടെ മുറിയിൽ പോകുമ്പോൾ അയാൾ ആ വിശ്വാസത്തിനെ തകർത്ത് ഒരു ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ്ഡ് സെക്സ് ഉണ്ട്, മാനിപ്പുലേറ്റഡ് കൺസെന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ കൺസെന്റ് എന്ന് പറയുമ്പോൾ ഈ അതെ, രണ്ടുപേര് തമ്മിൽ റിലേഷനായിട്ട് റൂമിൽ ചെല്ലുകയാണ്. അപ്പൊ സ്ത്രീ പ്രതീക്ഷിച്ച ചെറിയ കെട്ടിപ്പിടുത്തം, ചെറിയ ഉമ്മവക്കൽ, ചെറിയ തോണ്ടൽ, ചെറിയ തള്ളോടൽ. പക്ഷേ റൂമിലെത്തി കഴിയുമ്പം പുരുഷൻ സകലമാന ശക്തിയും എടുത്ത് പെൺകുട്ടിയെ കീഴ്പ്പെടുത്തിയാൽ എന്ത് ചെയ്യും എന്നാണ് ഈ ചാച്ചി ചോദിക്കുന്നത്. അപ്പൊ ചാച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പുരുഷൻ ഇപ്പൊ റിലേഷൻ ആയാലും ഒരു പുരുഷൻ ഒരു റൂമിലേക്ക് വിളിച്ചാൽ എന്തിനാണ് പോകുന്നത്? ഈ ചെറിയ കിസ്സിങ്ങും ഈ ചെറിയ തലോടലും ഈ ചെറിയ തോണ്ടലും ഈ ചെറിയ കെട്ടിപ്പിടുത്തവും ഒക്കെ ഏതെങ്കിലും ഒരു പാർക്കിലോ ബീച്ചിലോ ഒക്കെ ആകാമല്ലോ. ഇന്ന് പല പാർക്കിലും ബീച്ചിലൊക്കെ പോയാൽ നമ്മൾ ഈ വക കാഴ്ചകളൊക്കെ കാണുന്നതാണ്. പാർക്കും ബീച്ചും ഒക്കെ ഒഴിവാക്കി ആ ഒരു സംഗമം റൂമിലേക്കാക്കുമ്പോൾ ചാച്ചിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവത്തില്ല, ഈ പെണ്ണുങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. കുഞ്ഞല്ലേ കുഞ്ഞ്. ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നു. ചിലപ്പം ഹഗിങ്ങും കിസ്സിങ്ങും ഒക്കെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ചേച്ചി. നിങ്ങളുടെ സ്ത്രീകൾക്ക് മാത്രം എന്താ ഒരു ഇത് ആണുക്കും ആയിക്കൂടെ? ഇതൊക്കെ ഇത് പരസ്പര സമൂഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ദേ കിടക്കുന്ന ആ പറയുന്ന രാഹുലിനെതിരെ കേസും കൊടുത്ത്. രാഹുലുമായിട്ട് പരിചയപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവക്ക് മോശമായിട്ട് എന്തോ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള രീതി മോശം ചാറ്റ് രാഹുൽ ചാറ്റ് ചെയ്തെന്നാണ് ഇവള് പറയുന്നത്. ഇവള് എവിടെയും ആരുടെയും പേര് പറയത്തില്ല, അതിനുള്ള ഗഡ്സ് ഇല്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഓക്കെ, അതേ റിനി തന്നെ രാത്രി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുമായിരുന്നു. സീക്രട്ട് ചാറ്റ് അങ്ങനെ ഒരു ചാറ്റ് ഉണ്ടോ ടെലിഗ്രാമിൽ? ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഒരു മോശമായിട്ട് അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയിൽ നിന്ന് ആരെങ്കിലും ഇതുപോലുള്ള ചാറ്റോ കാര്യങ്ങളോ നടത്തുമോ? നിങ്ങൾ തന്നെ പറ. അപ്പൊ ഇവൾ ആരാ മോള്? ഇവള് പുണ്യ അളത്തിയാണോ അത് അഭിനയിക്കുകയാണോ? ഓക്കെ, എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഒരു പഴയ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് ഇന്നെന്തോ ആയിരുന്നു പുള്ളിക്കാരുടെ പക്വത അനുഭവം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പഴയ ആറ്റിറ്റ്യൂഡ് ഒന്ന് വെച്ച് തരാവേ. അപ്പോൾ എൻ്റെ ലൈഫ് ഡേഞ്ചർ ആക്കാം എന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും. ഒരു നീതി, ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നതാണല്ലോ. ആ സമയത്ത് അങ്ങനെ എന്താ പറയുക, ഞാൻ കൂടുതൽ ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ചെറിയ സംസ്ഥാനത്ത് ഒരു ജനപ്രതിനിധിക്ക് നേരെയാണോ ഈ ആരോപണം? ഞാനത് പറഞ്ഞല്ലോ, ഞാനത് പേരെടുത്ത് പറയുന്നില്ല. എന്ന ആറ്റിറ്റ്യൂഡാണ്. ജനപ്രതിനിധിയാണല്ലേ? എന്ന ആറ്റിറ്റ്യൂഡാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണോ ഈ ആരോപണം? നോ കമന്റ്സ്. ഇത് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്? ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു, അതായത് ഈ വർഷം. ഓക്കെ,
ഫെബ്രുവരി സമയം എന്തോ ആയിക്കോട്ടെ, എന്തായാലും സീക്രട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ഇവിടെ ഫോൺ പരിശോധിച്ച് നോക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഹൂ കെയർസ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചെയ്യുമ്പോൾ എനിക്ക് 1 lakh 2 lakh 3 lakh ഒക്കെ ചിലപ്പോൾ വ്യൂസ് കയറിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഇന്റർവ്യൂ ഒരു തുക്കട ചാനലിൽ കൊണ്ടിട്ട് ഇവിടെ ഹൂ കേസ് എന്നും പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ അത് അവിടെയാണ് രാഹുൽ വള്ളി വീടുന്നത്, പണി കിട്ടുന്നത്. ആ ഇന്റർവ്യൂവിൽ ഇപ്പോഴും 36,000 വ്യൂ ഉള്ളു. അന്ന് വെറും 300-400 കടന്ന വ്യൂ 36,000 ആയി. ഓക്കെ, അത് ഇത്രയും വിഷയം നടക്കുമ്പോൾ സ്വാഭാവിക ആൾക്കാർ പോയി അത് നോക്കും. പക്ഷേ അതും ഒരു മെയിൻ ചാനലുകാർ അത് തൂക്കി ആ ഒരു ഭാഗം മാത്രം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം മുൻകൂട്ടി ഇത് പ്ലാൻ ചെയ്തിട്ട് ഒരു ചാനലിൽ ഇത് കൊടുക്കുന്നു, അവിടുന്ന് ആ ഒരു ക്ലിപ്പ് എടുത്ത് ന്യൂസുകാർ ഇത് പറയുന്നു, പിന്നെ അത് വിഷയം ഉണ്ടാക്കുന്നു. ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ കണ്ടില്ല ഓരോ കേസിന് രാഹുൽ ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ. ഇന്ന് റിനി ചേച്ചിയുടെ വേറൊരു വീഡിയോ, ഇന്നത്തെ വീഡിയോ എന്നാ പക്കൂത എൻ്റെ തക്കൂട് വാവയ്ക്ക് ഇളക്കം പറ്റിയിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടമോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു വൈരാഗ്യമോ വിദ്വേഷമോ അല്ല. എന്റെ അഭിപ്രായത്തില് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇപ്പൊ 2026 ഇലക്ഷൻ വരുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലും മത്സരിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഏത് പാർട്ടിയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി ആ വ്യക്തി മത്സരിക്കരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി മത്സരിക്കരുത് ഇന്നൊരാൾ മത്സരിക്കുക, അങ്ങനെയല്ല. ഇത്തരത്തിൽ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകള് അങ്ങനെ മത്സരിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതിപ്പോ ഓരോ പാർട്ടികള് ഓരോ ഇങ്ങനത്തെ ആളുകളെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മുടെ എല്ലാം മുന്നിൽ ആദ്യം എത്തിയ നമ്മുടെ റിനി ചേച്ചിയാണ്. ചേച്ചി ഫീൽഡ് ഔട്ട് ആയി എന്നാണ് കരുതിയത്. എന്തായാലും ഇന്നും ചേച്ചി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷഹനാസിന്റെ ആദ്യം വെക്കാമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ പോസ്റ്റ്, അത് നമുക്കൊരു ന്യൂസിനകത്ത് ചേച്ചി വായിക്കുന്നതെന്ന് കേട്ടിട്ട് വരാം. കേരളീയ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായും രണ്ടാമത്തെ രക്തസാക്ഷിയായും കണക്കാക്കപ്പെടുന്നതും സ്ത്രീകളാണ്. ഇന്നും സ്ത്രീകൾ ചിത്രപ്പണികൾ ചെയ്ത മാംസക്കൂനകളാണെന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ട്. മുലയ്ക്ക് നികുതി പിരിക്കും എന്ന് പറഞ്ഞ ഒരു കെട്ടകാലത്തിനെതിരെയാണ് ചേർത്തലയിൽ നങ്ങേലി മുല മുറിച്ച് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ പിടഞ്ഞു വീണ് കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായത്. അതുപോലെ തന്നെ ശകുന്തളാദേവി മാറുമറയ്ക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെ പ്രതികരിച്ച സവർണരോട് ഏറ്റുമുട്ടി ശകുന്തളാദേവി രക്തസാക്ഷിയായത്. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആർത്തവ രക്തത്തിലാണെന്ന് ജൂലിയ എന്ന ഫെമിനിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ലോകം വ്യവസ്ഥയ്ക്കുള്ളിൽ സ്ത്രീകൾ ജീവനോടെ അടക്കം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ നമുക്കിന്നുമുണ്ട്. ആദരണീയനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ചരിത്രം എന്ന് പറയുന്നത് ആണധികാരത്തിൻ്റെതാണ്. ആൺകോയ്മ എല്ലാ മേഖലയിലും ഭണം വിടർത്തി ആടുന്ന പാമ്പിനെ പോലെ പുരുഷാധിപത്യം ഉണ്ട്. ഒരു പീഡകന്റെയും ഒരു ഭീഷണിക്ക് മുന്നിലും തോൽക്കാതെ ഇവിടെ തന്നെ ഉണ്ടാകും, ഉറക്കെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് തന്നെ. സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരുത്തന്റെയും ഒരു ഭീഷണിക്കും വഴങ്ങാൻ തൽക്കാലം ഉദ്ദേശമില്ല. എൻ്റെ ഷഹനാസേ, ഓരോ സ്ത്രീകളുടെയും കഷ്ടപ്പാടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നത്തെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് ധീരകളാന്ന് പറയാം. നിന്നെപ്പോലുള്ളവന്മാരാണെങ്കിലോ നാടിന് ശാപവും മാത്രമേ ഉള്ളൂ, ഒരു ഗുണവും ഇല്ല. അങ്ങനെ കുറെ വൃത്തിയായിട്ട ജന്മങ്ങളൊക്കെ. നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട് ഈ ഒരു പോസ്റ്റ് ഇടാൻ തന്നെ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് 2 അവൾമാരും ഇപ്പം എന്തുകൊണ്ട് വീട്ടിലിരിക്കുന്നത്? സ്ത്രീകൾക്ക് പോരാടാൻ വേണ്ടി. ഇന്ന് ഇവിടെ ഒരാഴ്ച മുമ്പ് ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോഴൊക്കെ നിന്റെയൊക്കെ നാപാടാ പോയി. നീയൊക്കെ ഈ പറഞ്ഞ പ്രവർത്തകരാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇറങ്ങിയില്ല നീയൊക്കെ സംസാരിക്കാനാ? അപ്പം തന്നെ നിന്നെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ മക്കളെ. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, ജനങ്ങൾ പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ.